ഹലോ നമസ്കാരം. നമ്മളിതിനു മുമ്പ് ഒരു വളം പുളിപ്പിക്കുന്ന ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു പുളിപ്പിച്ച് വളം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിന് നല്ല അഭിപ്രായമായിരുന്നു, എല്ലാവർക്കും ഭയങ്കര അഭിപ്രായമായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു പുളിപ്പിക്കുന്നൊരു വളം വേറെ ഏതാ ഉള്ളതെന്ന് നമ്മൾ നോക്കിയപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ അടുക്കളയിലൊക്കെ ഉള്ള കഞ്ഞിവെള്ളം പുളിപ്പിച്ച് നമുക്ക് നല്ലൊരു വളമായിട്ട് ഉപയോഗിക്കാം. പക്ഷേ നമ്മളെ സംബന്ധിച്ച് അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ചൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്കതൊരു വ്യാവസായിക അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഒരു ബൾക്കായിട്ടുള്ള ഒരു ഏരിയയിലേക്ക് നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല. അതിൻ്റെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ കഞ്ഞിവെള്ളത്തിൻ്റെ ലഭ്യത കുറവ് തന്നെയാണ്. നമ്മുടെ ഒരു വീട്ടിലേക്ക് എന്തോരം കഞ്ഞിവെള്ളം ഉണ്ടാകും. അപ്പം ഞങ്ങൾ മെയിനായിട്ട് ഈ സാധനം ഉണ്ടാക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലെ അടുക്കളത്തോട്ടത്തിലും ചെടികൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വളം ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് അതിൻ്റെ രീതികൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ 5 ലിറ്റർ കഞ്ഞിവെള്ളമാണ് നമ്മൾ പുളിപ്പിക്കാൻ വേണ്ടി വെച്ചേക്കണം. ഇത് 5 ദിവസം പുളിപ്പിക്കണം. ഇനി ഈ കഞ്ഞിവെള്ളം വളരെ കുറവാണ്, വീട്ടിൽ കുറച്ച് കഞ്ഞിവെള്ളം അല്ലെങ്കിൽ ഇനി കഞ്ഞിവെള്ളം വീട്ടിൽ കുടിക്കുന്നവരുണ്ടെങ്കിലും കഞ്ഞിവെള്ളം നമുക്ക് ഉണ്ടാക്കാൻ കിട്ടില്ലല്ലോ. ഇനി അങ്ങനെയുള്ളവർ ഒരു കുറച്ച് അരി മേടിച്ചിട്ട്, വില കുറഞ്ഞ അരി മേടിച്ച് ശരിക്ക് വേവിക്കണം. വേവിച്ചിട്ട് ആ അരിയോടുകൂടി, അതായത് അരി കാണാൻ പറ്റില്ലാത്ത രീതിയിൽ ശരിക്ക് ഉടഞ്ഞു കഴിയുമ്പം അത് ഒഴിച്ചും 5 ദിവസം പുളിപ്പിച്ചാലും മതി. അപ്പോൾ നമുക്ക് ഇനി 5ാമത്തെ ദിവസം ഇതിൻ്റെ ബാക്കി പരിപാടികളാണ്. അപ്പോൾ നമ്മുടെ കഞ്ഞിവെള്ളം 5 ലിറ്റർ കഞ്ഞിവെള്ളം 4 ദിവസം പുളിപ്പിച്ചിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് അപ്പോൾ നല്ല സെറ്റപ്പായിട്ട് പുളിച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇനി 200 ലിറ്ററിൻ്റെ ജാറാണ്, അതിലേക്ക് നമ്മൾ 190 ലിറ്ററിനടുത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് കലക്കി വെച്ചിരിക്കുന്ന ഒരു 2 ലിറ്റർ ചാണാനും 2 കിലോ ചാരവും നമ്മൾ ഇതിൻ്റെ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. മതി. മിശ്രിതം കറുപ്പിലാക്കി അയക്കുക. അങ്ങനെ നമ്മൾ 4 ദിവസം പുളിപ്പിച്ച് കഴിഞ്ഞ് 5ാമത്തെ ദിവസം നമ്മുടെ ചെടികൾക്ക് ഒഴിക്കാൻ പോവാണ്. എല്ലാ തരം ചെടികൾക്കും ഒഴിക്കാൻ പറ്റുന്നൊരു വളമാണിത്. ചെറിയ ചെടികൾക്കാണെങ്കിൽ ഒരു 700 ml 1 ലിറ്റർ താഴെ ഒഴിക്കാം. വലിപ്പം കൂടിയ ചെടികൾക്കാണെങ്കിൽ അതനുസരിച്ച് കൂട്ടാം. തീരെ ചെറിയ ചെടികളാണെങ്കിൽ അതനുസരിച്ച് കുറച്ചും നമുക്ക് ഒഴിക്കാം. അപ്പോൾ നമുക്ക് എല്ലാത്തിനും ഒന്ന് ഒഴിക്കാം. എന്നിട്ട് നമുക്ക് ബക്കറ്റിലേക്ക് എടുത്തിട്ടേ ഒഴിക്കണം എല്ലാത്തിനും. അത് കൊടുത്തു. അപ്പോൾ വലിപ്പം കൂടുതലനുസരിച്ച് നമുക്ക് കൂടുതൽ ഒഴിക്കാം. ഇതിപ്പോൾ കുറച്ച് വലിയ ചെടി, അപ്പോൾ നമുക്കിതിനൊരു 1.5 ലിറ്റർ ഒരു 1.5 ലിറ്റർ ആയിട്ടുണ്ട്. അങ്ങനെ വലിപ്പം കൂടിയ ചെടികൾക്കും കുറഞ്ഞ ചെടികൾക്കും നമുക്ക് എല്ലാ രീതിയിലുള്ള ചെടികൾക്കും നമുക്ക് ഒഴിക്കാം. ഞാൻ ഇവിടെ നമ്മുടെ ചെടികൾക്ക് മാസത്തിൽ 1 പ്രാവശ്യമാണ് ഈ വളം ഉപയോഗിക്കാറ്. എല്ലാത്തരം ചെടികൾക്കും കാ പിടിക്കാനാണെങ്കിലും പൂക്കാനാണെങ്കിലും ഒരു ബെസ്റ്റ് വളമാണ്. അപ്പോൾ പുതിയ അഗ്രികൾച്ചർ കാര്യങ്ങളും കൂടുതൽ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.